ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്താ രസമല്ലേ, പെട്ടെന്ന് മഴ വരുന്നു, പെട്ടെന്ന് മാറുന്നു. സംഭവം അടിപൊളിയാണ്. എങ്കിൽ പോലും അങ്ങോട്ട് ഓഫീസ് ടൈം ഇതുകൊണ്ട് ശരിക്കും അവിടെ ആസ്വദിക്കാൻ പറ്റില്ല, കാരണം ഓഫീസല്ലേ. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എൻ്റെ സ്ഥിരം സ്പോട്ടിലോട്ട് യാത്ര തുടർന്നു. എല്ലാവർക്കും അറിയുന്ന സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഇലയൂണെ. കടവന്തൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് ഇലയൂണെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയിലൂണ്. ഇലയിലൂടെ ഒരു പ്രത്യേകതയാണോ? അല്ലല്ല, ഇതിലൂടെ കക്കിറച്ചി ഫ്രീ കിട്ടും. ഇപ്രാവശ്യം നമ്മളാണെങ്കിൽ സ്പെഷ്യൽ മേടിച്ച്, ഈ സ്പെഷ്യൽ മേടിക്കുമ്പോൾ ഒരു പൊടി കാണും. ഈ പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു പൊടിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ചോറൊക്കെ ഇളക്കി തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ വണ്ടി പണി തന്നു. അത് സ്ഥിരം തരാറുള്ളത് തന്നെയാണ്. അങ്ങനെ അവിടെ ഓഫീസിൽ വെച്ചിട്ട് പണിയെടുത്ത ശേഷം വീണ്ടും വൈകുന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുമല്ലോ. അങ്ങനെ പെതിയെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഹബീബി ഹോട്ടലുണ്ട് ഇവിടെ. ഈ ഹബീബി ഹോട്ടൽ എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ്, കാരണം അവിടെ കോഴി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞൊരു വിധത്തിൽ ഞാൻ സിയോൺ ഹോട്ടലിലെത്തി. അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വെറൈറ്റി പലഹാരങ്ങൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെറൈറ്റി പലഹാരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം മേടിച്ച് കഴിക്കാൻ തോന്നും. അതൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തൊരു നാരങ്ങ വെള്ളം മാത്രം ഞാൻ ഓർഡർ ചെയ്തേ. അതിങ്ങനെ കുടിച്ച് അവിടെ നിന്ന് കാര്യമൊക്കെ പറച്ച് ഇങ്ങനെ സമയം നീട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു പാവം KSRTC ചേട്ടൻ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പിന്നെ സഹായിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് വന്നു. പിന്നെ ആ ദിവസം അങ്ങനെ തീർന്നു.